ശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടി യുവതിക്ക് പരിക്ക്. കോഴിക്കോട് മുക്കം മാമ്പറ്റയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 11:30-ക്കാണ് അതിക്രമമുണ്ടായത്. സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയാണ് യുവതി. ഹോട്ടൽ ഉടമയും 2 ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. MS അനീഷ് കുമാർ അല്പസമയത്തിനകം വിവരങ്ങൾ പങ്കുവെക്കും. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പീഡന ശ്രമം ചെറുക്കുന്നതിനിടയിൽ ഈ യുവതി ഈ ഹോട്ടൽ ഉടമയ്ക്കും ഒപ്പം ഈ ഹോട്ടലിലെ ജീവനക്കാർക്കുമെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കെട്ടിടത്തിൽ നിന്ന് ചാടുകയായിരുന്നു എന്നുള്ളതാണ്. വലിയ അക്രമ സംഭവമാണ് ഉണ്ടായത്. മുക്കം പോലീസ് കേസെടുത്തിരിക്കുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് മുക്കത്തുണ്ടായിരിക്കുന്നത്. പീഡന ശ്രമം ചെറുക്കുന്നതിനിടെയാണ് യുവതി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുകയും ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു. ഇതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പോലീസ് നടത്തിയ മൊഴിയെടുപ്പിലാണ് ഈ ലോഡ്ജ് ഉടമയും മറ്റ് 2 പേരും ചേർന്നാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് യുവതി മൊഴി നൽകിയത്. ഇപ്പോഴും ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അവർ ചികിത്സയിൽ കഴിയുകയും ചെയ്തത്. ഹോട്ടൽ ഉടമയാണ് ഇതിൽ ദേവദാസൻ എന്നയാള്. 2 റിയാസ്, സുരേഷ് എന്നിങ്ങനെ മറ്റു 2 ജീവനക്കാർ കൂടിയാണ് ഈ കൂട്ടത്തിലുള്ളത്. അടുത്ത കാലത്തായി പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോട്ടലാണ്. ഇവിടെ കഴിഞ്ഞ 3 മാസമായി ഈ യുവതി ജോലി ചെയ്തു വരികയാണ്. കണ്ണൂർ സ്വദേശിനിയായ യുവതിയാണ്. ഈ യുവതിയോടൊപ്പം മറ്റ് 2 വനിതാ ജീവനക്കാർ കൂടി ഈ ഹോട്ടലിൽ ഈ ലോഡ്ജിൽ ജോലി ചെയ്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ അവധി ദിവസമായതുകൊണ്ട് തന്നെ ജോലിക്ക് എത്തിയില്ല. ഇത്തരമൊരു സമയത്താണ് ഇത്തരത്തിൽ ഒരു പീഡനം നടന്നിരിക്കുന്നത്. രാത്രി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേർ ചേർന്ന് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പ്രാണരക്ഷാർത്ഥം താൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയും ചെയ്തു എന്ന് യുവതി പറഞ്ഞത്. 29 വയസ്സാണ് യുവതിക്കുള്ളത്. കണ്ണൂർ സ്വദേശിനിയാണ്. അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി എന്ന് ആണ് അറിയിക്കുന്നത്. മുക്കം പോലീസ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ പ്രതികൾ ഒളിവിലാണ് എന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ് ബന്ധുക്കൾ. രഞ്ജിത്ത്. ശരി.